ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 27-ാം തീയതി വൈകിട്ട് ഒരു 4:30 സമയമാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അമ്പലവയൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് താഴേക്കുള്ള റോഡിൽ വരുമ്പോൾ രണ്ട് വലിയ വെള്ളക്കെട്ട് അഥവാ പാറമട എന്ന തടാകം എന്നൊക്കെ പറയാം. വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇവിടെ ഉപയോഗയോഗ്യമായ വെള്ളമല്ല, എന്നാലും വളരെയധികം അപകട സൂചന നൽകുന്ന ഒരു ഏരിയയാണ് ഇത്. ഇപ്പോൾ കാണുന്നത് റോഡിൻ്റെ റൈറ്റ് സൈഡാണ്. ഇവിടെ തന്നെ രണ്ട് വെള്ളക്കെട്ടുണ്ട്. ഇത് റോഡിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ്. വളരെയധികം നീളമുണ്ട്. റോഡിൻ്റെ റൈറ്റ് സൈഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന വ്യൂ. ഈ പ്രദേശത്തെ മുഴുവൻ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കണ്ട പാറക്കെട്ട് അഥവാ തടാകം. ഇവിടെ നിന്നും ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുറച്ച് പോത്തും കൂട്ടങ്ങൾ ഒരുമിച്ച് നടന്നു പോകുന്നവർ. അങ്ങനെ വീണ്ടും വണ്ടിയിൽ കയറി ഇത് അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രം എത്തി. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ മതിലാണ് ഈ കാണുന്ന മുഴുവൻ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം മഞ്ഞ മതിൽ ഗേറ്റ്. അത് പൂപ്പലി നടക്കുന്ന സ്ഥലമാണ്. ഈ മതിൽ മുഴുവൻ വരുന്ന സ്ഥലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ആണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ട വഴി അമ്പൂത്തി മലയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അമ്പൂത്തിക്ക് പോകുന്ന റോഡാണ്. മുന്നോട്ട് കാണുന്ന ഈ സ്ഥലം മുഴുവൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ കാണുന്ന ഒരു ആർച്ച് പോലെ വരുന്ന ഒരു ഗേറ്റുണ്ട് ക്ഷേത്രത്തിൻ്റെ. അതിൻ്റെ അതിര് വരുന്ന ഭാഗമാണ് കൃഷി വിജ്ഞാന കേന്ദ്രം. അവസാനിക്കുന്ന ഭാഗം ഇതാണ്. അവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചുരം പോലെ ചെറിയ ചെറിയ വളവുകളും ഒക്കെ ആയിട്ടാണ്. എന്തായാലും വൈകുന്നേര സമയത്തെ ഈ കാഴ്ച അല്ലെങ്കിൽ ഈ അന്തരീക്ഷം നല്ല സഞ്ചാരികൾക്ക് അനുയോജ്യമായ തരത്തിലുള്ളതാണ് വയനാട്ടിൽ. അതുകൊണ്ട് തന്നെ ആവാം സഞ്ചാരികളെ ഇവിടേക്ക് ഈ മലമുകളിലേക്ക് മാടി വിളിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൊച്ചു കാറിലാണുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഒരു പാലം. അങ്ങനെ വീടിനോടടുത്തെത്തിയപ്പോഴാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നപ്പോൾ ആ കാഴ്ച കണ്ടു. ഒരു പൂമ്പാറ്റ പാറി നടന്ന് തേൻ കുടിക്കുന്ന ഒരു എന്താ പറയുക, നല്ല രസമുള്ള ഒരു കാഴ്ച. അതും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി അടുത്ത വഴിക്ക് ഇറങ്ങി കുറച്ച് പ്ലാന്റുകൾ പറിക്കണം. ഈ പ്ലാന്റിൻ്റെ പേരാണ് സർപ്പപ്പോള. ഇത് വളരെയധികം ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഇത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇൻഡോർ പ്ലാന്റായി നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ധാരാളം ഓക്സിജൻ നമുക്ക് പ്രദാനം ചെയ്യുമെന്നാണ് പഴമക്കാർ പറയാറ്. എന്തായാലും ഞാനിവിടെ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. കയ്യിൽ ഒരു കത്തിയും കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴിച്ചെടുക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് മറ്റൊരു
മറ്റൊരു പ്ലാന്റ് കണ്ടത്. ഈ പ്ലാന്റിൻ്റെ പേര് കനേഡിയൻ പ്ലാന്റ് എന്നാണ്. ഹാർട്ട് ഷേപ്പിലാണ് ഇത് കാണുന്നത്. പച്ചയിൽ റോസ് കളറിൽ ഹാർട്ട് ഷേപ്പിലുള്ളതാണ്. വെയിൻസും ധാരാളമുണ്ട് അതിൽ. കിഴങ്ങോടെ കിട്ടിയത് കൊണ്ട് തന്നെ നന്നായി നമുക്ക് കുഴിച്ചിടാൻ പാകത്തിനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നടന്ന വയൽ സൈഡിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ബ്രഹ്മീൻ്റെ ആകൃതിയിലുള്ള ഈ പ്ലാന്റ്, അല്ലെങ്കിൽ വൃക്കയുടെ ആകൃതിയിലുള്ള ഈ പ്ലാന്റ് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. മുത്തിള് അല്ലെങ്കിൽ കുടങ്ങാൽ, ബ്രഹ്മി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഇനി ഏതെങ്കിലും പേര് ഞാൻ പറയാത്തതുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ തൊട്ടാവാടിയാണ് ഈ കാണുന്നത്. തൊട്ടാൽ വാടിപ്പോകുന്ന ഒരു പ്ലാന്റാണ് തൊട്ടാവാടി. തൊട്ടാവാടിയും വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. പൈൽസിന് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണിത്. കണ്ടോ, തൊട്ടപാടെ വാടിപ്പോയി. ഈ പ്ലാന്റ് സമൂലം എന്ന് പറഞ്ഞാൽ വേരോടെ പറിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. ഇതിന് പൈൽസ് രോഗത്തിനൊക്കെ. അതുപോലെ തന്നെ പല ഔഷധ ഗുണം ഉണ്ട്. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് മറ്റൊരു സംഭവം കണ്ടുമുട്ടിയത്. ഇതിന് കൊല്ലിത്താള്, കൊല്ലിച്ചേമ്പ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചേമ്പ് പോലെ തന്നെ മറ്റൊരു ചേമ്പാണിത്. കൊല്ലിയിൽ അഥവാ വയലിൽ ധാരാളമായി കാണുന്നത്. ഇത് കറി വെക്കാൻ ബെസ്റ്റാണ്. മുളകും മല്ലിപ്പൊടിയും ഒക്കെ എണ്ണയിൽ വറുത്ത് പുളിയും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ല അടിപൊളി ഒരു കറി വെച്ചാൽ അത് ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും ഒക്കെ അടിപൊളിയാണ്. കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ആമ്പൽക്കുളം കണ്ടെത്തിയത്. ആമ്പൽക്കുളത്തിൽ പൂക്കൾ അവിടെ ആയിട്ടുണ്ട്, മുട്ടുകളുണ്ട്. പക്ഷെ പറിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നടക്കത്തില്ല. നല്ല ആഴമുള്ള കുളമാണ്. തന്നെയുമല്ല കുക്കു എന്നോടൊപ്പം ഉണ്ട്. അവൻ പുറകെ വന്നാൽ പണിയാവും. അതുകൊണ്ട് പറിക്കുന്നില്ല. എന്തായാലും ആമ്പൽ നമ്മൾ ഇവിടെ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേരോടെ ഉള്ള ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്ക് കുളമൊന്നുമില്ലെങ്കിലും നമുക്കൊരു പ്ലാസ്റ്റിക് ബേസിനിൽ പിടിപ്പിക്കാം. ഒക്കെ കഴിഞ്ഞ് ചെളിയിലൊക്കെ പൂണ്ട് വന്നതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. കൃഷിക്ക് വേണ്ടി മുകളിൽ നിന്നും ഒരു കുഴിയിൽ നിന്നും പൈപ്പിട്ടിട്ട് കൃഷി സ്ഥലത്തേക്ക് പച്ചക്കറി നടാനാണെന്ന് തോന്നുന്നു. വെള്ളം ചാലായിട്ട് ഒഴുക്കി വിടുന്നതാണിത് ഈ കാണുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാലും കൈയുമൊക്കെ കഴുകി കയറാം. ഞാൻ അവിടുന്ന് കുറച്ച് പ്ലാന്റ് പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെടി പോലെ തോന്നുന്ന ഒരു ഇല, ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഈ പറമ്പുകളിൽ കാണുന്ന മിക്ക ചെടികളുമാണ് നഴ്സറികളിൽ പ്ലാന്റായിട്ട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാശ് കൊടുത്ത് മേടിക്കാതെ കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. പറമ്പുകളിൽ നിന്നും തേടി പിടിച്ചെടുത്താൽ ഇഷ്ടം പോലെ വെറൈറ്റി കനേഡിയൻ പ്ലാന്റും ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ, ബൈ.